രതീഷ് ചക്രവാണി, ഇവിടെ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ അടക്കം വിശദീകരിച്ചത് വളരെ മർമ്മപ്രധാനമായ കാര്യമാണ്. ഈ സമരം റിവീൽഡ് ആക്കുന്നത് അല്ലെങ്കിൽ തുറന്നു കാണിക്കുന്നത് നിരവധി എലമെൻറ്റുകളെയായിരുന്നു. ഒന്ന്, BJPയുടെ ജനവിരുദ്ധമായ വശം. നമുക്കറിയാം, ഈ 107 രൂപയ്ക്ക് 60 രൂപയ്ക്ക് ലാഭകരമായി നൽകാവുന്ന പെട്രോൾ അടക്കം 107 രൂപയ്ക്ക് നൽകി ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് എത്തനോൾ പെട്രോൾ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ രീതിയിലേക്ക് തീരുന്നു. ഇങ്ങനെയൊക്കെയുള്ള വിവിധ ഘടകങ്ങൾ, വിദ്യാഭ്യാസത്തിലും അതിന് പുറത്തുമൊക്കെയുള്ള ജനവിരുദ്ധമായ ഒരുപാട് അംശങ്ങളുടെ മുഴുവൻ രോഷവും ഒരു വോൾക്കാനിക് ഇറപ്ഷൻ പോലെ, ഒരു അഗ്നിപർവ്വത സ്ഫോടനം പോലെ പുറത്തേക്ക് എത്തുന്നതാണ് യുവതയിലൂടെ കണ്ടത്. ഇതിനെയാണ് വളരെ മനോഹരമായി MS വേണുഗോപാലൊക്കെ അന്തഛിദ്രം രാജ്യത്തുണ്ടാകാതിരിക്കാൻ, അന്തഛിദ്രം ആ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഈ രീതിയിലുള്ള റീഡിങ്ങും ഈ രീതിയിലുള്ള പരിശോധനയും അളവുകോലുമായി മുമ്പോട്ട് പോകാനാകുമോ? എന്താണ് ഈ സമരം മുമ്പോട്ട് വെക്കുന്ന സന്ദേശം, ചക്രവാണി? ഈ സമരം മുന്നോട്ട് വെക്കുന്ന സന്ദേശം അതിപ്രധാനമായിട്ടുള്ള ഒരു നാഴികക്കല്ലാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ. 1992 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങനെയാണ് മാറിമറിഞ്ഞത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അത് വിദ്വേഷത്തിൻ്റെയും വർഗീയതയുടെയും വംശീയതയുടെയും ഒക്കെ ഒരു രാഷ്ട്രീയമാക്കി മാറ്റുകയും അതിന് തക്ക വിധത്തിലുള്ള പ്രചരണ സാമഗ്രികൾ, ആയുധങ്ങളൊക്കെ തന്നെ അവരുടെ കയ്യിലുണ്ടാവുകയും ചെയ്തു എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടു. അതിനുശേഷം 2024 വരുമ്പോൾ വളരെ സാധാരണക്കാരായിട്ടുള്ള ഉത്തർപ്രദേശിലെയും ഉത്തരേന്ത്യയിലെയും ആളുകൾ അതിനെതിരെ ഒരു ചെറിയ തിരിച്ചടി കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെയാണ് 303 സീറ്റിൽ നിന്ന് 240 സീറ്റുകളിലേക്ക് BJP എത്തപ്പെട്ടത്. യഥാർത്ഥത്തിൽ അപ്പോൾ പോലും എനിക്കോ അല്ലെങ്കിൽ ഈ കൂടിയിരിക്കുന്ന പാനലിസ്റ്റുകൾക്കോ പൊതുജനങ്ങൾക്കോ ഒന്നും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം അടുത്ത 25 കൊല്ലത്തേക്ക് 30 കൊല്ലത്തേക്ക് ചിലപ്പോൾ BJP ഭരിച്ചേക്കാമെന്ന് പറയുന്ന പ്രചരണങ്ങളുണ്ടായിരുന്നു. അതിന് അവരുടെ കയ്യിൽ അവർ കൈക്കലാക്കിയിട്ടുള്ള മീഡിയകളുണ്ടായിരുന്നു. കൂടാതെ ഇതുപോലെ വംശീയമായിട്ടുള്ള വലിയ പ്രചരണങ്ങളുണ്ടായിരുന്നു, വർഗീയമായിട്ടുള്ള പ്രചരണങ്ങളുണ്ടായിരുന്നു. ആ വംശീയമായിട്ടുള്ള വർഗീയമായിട്ടുള്ള പ്രചരണങ്ങളെയും BJPയുടെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളെയും യഥാർത്ഥത്തിൽ തകർത്തടിച്ച് കളഞ്ഞിട്ടുള്ള ഒരു സമരമാണ് ഈ കഴിഞ്ഞ 45 ദിവസം ഇന്ത്യ കണ്ടത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമെന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ, ഇന്ത്യയുടെ കഴിഞ്ഞ സമീപകാല ചരിത്രങ്ങളിലെല്ലാം ഓരോ സ്റ്റേറ്റുകളും BJP പിടിച്ചെടുക്കുമ്പോഴൊക്കെ തന്നെ അവിടെ വർഗീയമായിട്ടുള്ള ചേരിതിരിവുകൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ അങ്ങനെ കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ ന്യൂ ജെൻ വിപ്ലവം ഉടലെടുക്കുകയും അവർ തന്നെ യഥാർത്ഥത്തിൽ 2009-2010 കാലഘട്ടം മുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും പോലെയുള്ള ആയുധങ്ങൾ അവർക്കെതിരെ തന്നെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ എല്ലാ കള്ളക്കഥകളെയും പൊളിച്ചെടുക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ യഥാർത്ഥത്തിൽ കണ്ടത്. ഇത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് സോഹ്റാൻ മംദാനി അമേരിക്കയിൽ ചെയ്ത് കാണിച്ചൊരു കാര്യമാണ്. അപ്പോൾ അതേപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ശക്തമായി ഇന്ത്യയിലും ഇത്തരത്തിലുള്ള പുതിയ യുവതക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമെന്ന് പറയുന്നത്. ഈ സമരം ഉണ്ടാകുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഏറ്റവും വലിയ മുത്തശ്ശി പത്രം, അതിൻ്റെ ചാനൽ ഒരു വാർത്ത കൊടുത്തത് നമുക്കെല്ലാം അറിയാം. അതായത് വയനാട്ടിലെ ഒരു പയ്യൻ വന്നു നിന്ന് ഖുർആനിലെ വാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത് ലോകാവസാനമാണെന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്. യഥാർത്ഥ കാരണം എന്താണ്? ആ പയ്യൻ മാനസികാരോഗ്യത്തിന് ചികിത്സ തേടിയിട്ടുള്ളൊരു പയ്യനാണ്, അറിയാതെ ഡൽഹിയിൽ എത്തിപ്പെട്ടൊരു പയ്യനാണ്. പക്ഷേ ഇതുപോലും ഈ പറയുന്ന റൈറ്റ് വിങ് അജണ്ടകളൊക്കെ തന്നെ എങ്ങനെയാണ് ഇതിനകത്ത് പോലും ഒരു വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ഏതോ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു പയ്യൻ, OK അനസ് എന്ന് പറയുന്ന ഒരു പയ്യൻ വന്നിരുന്ന് കുറച്ച് വേണ്ടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞതും ഇവർ ഈ സമരത്തിൻ്റെ അകത്തുള്ള ആരെങ്കിലുടെയും ഒരു ഒഫീഷ്യൽ ജിഹ്വായി ഉയർത്തിക്കാട്ടാനൊക്കെ കേരളത്തിലെ ചില ഈ പറയുന്ന പോലെ മാധ്യമങ്ങളൊക്കെ തന്നെ ശ്രമിച്ചിരുന്നു. ആ മാധ്യമങ്ങൾ, അതായത് സോഷ്യൽ മീഡിയയിലെ ചില ആളുകളൊക്കെ തന്നെ ശ്രമിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ശ്രമങ്ങളെ എല്ലാവരെയും, അതായത് ഈ പറയുന്ന യഥാർത്ഥ ഇന്ത്യയുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുമെന്ന് ഒരു യുവജനത വളരെ കരുത്തോടുകൂടി വിളിച്ചു പറയുകയും അതിന് പരിഹാരം കണ്ടേ തീരുമെന്ന് പറയുകയും ആ സമരത്തിന് ഇടങ്കോലിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു മതവും ജാതിയും വംശവും അതുപോലെ ദേശവും പറഞ്ഞു വരണ്ട എന്നും പകരം ഇത് ഈ പറയുന്നത് വേദനിക്കുന്ന 22 മരിച്ചുപോയ കുട്ടികളുടെ 93 കുട്ടികളുടെ ആത്മാവിനും അവരുടെ പ്രയത്നത്തിനുമൊക്കെ നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമാണെന്നും ഇന്ത്യയോടും ലോകത്തോടുമൊക്കെ ഉറക്കെ വിളിച്ചു പറയുന്നതാണ്
നമ്മൾ കണ്ടത്. ഇതിൽ ഏറ്റവും വലിയ അടിപറ്റിയ രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് ഗോദി മീഡിയ എന്ന് പേരിട്ട് വിളിച്ച മീഡിയകളാണ്. അവർക്കൊന്നും യാതൊരു സ്വാധീനവുമില്ലെന്നും അവരൊന്നും വിചാരിച്ചിട്ട് ഇന്ത്യൻ ജനതയെ സ്വാധീനിക്കാൻ കഴിയില്ലെന്നും അത് നിങ്ങളുടെ കയ്യിലുള്ള ചാരമായി തീർന്ന വെറും ആയുധം മാത്രമാണ് മോദിയെന്നും മോദിയോട് കൃത്യമായി ഇന്ത്യൻ യുവത്വം വിളിച്ചു പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ രാത്രി 12 മണിക്ക് എഴുന്നേറ്റ് ഒരു സെൽഫി ഈ പറയുന്ന പോലെ വീഡിയോ തന്നെ പുറത്തേക്ക് വിട്ടേക്കാമെന്ന് നരേന്ദ്രമോദി തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ഇതിനെതിരെ നിൽക്കാൻ പോലും കരുത്തില്ലാതെ ഞാനും നിങ്ങളുടെ ഒപ്പമാണ്, ഇത് സീരിയസ് ആയ പ്രശ്നമാണ് എന്നുള്ളത് നരേന്ദ്രമോദി പറയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവരുടെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളെയും നിഷ്പ്രഭമാക്കി കളഞ്ഞ അതിഗംഭീരമായിട്ടുള്ള ഒരു സമരത്തിൻ്റെ ചരിത്ര മുഹൂർത്തമാണിത്. ഇത് ഇന്ത്യയുടെ സുവർണ ലിപികളിൽ എഴുതപ്പെടും എന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. 30 കൊല്ലത്തേക്ക് 40 കൊല്ലത്തേക്ക് ഇനി ഞങ്ങളല്ലാതെ വേറെ ആരും ഭരിക്കാനില്ല എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ഒരു മന്ത്രിയെ സംരക്ഷിക്കാൻ പോലും കരുത്തില്ലാത്ത വെറും സാധാരണക്കാരായ ആളുകളാണ് ഞങ്ങളെന്നും ഞങ്ങളുടെ ആയുധങ്ങൾക്കൊന്നും ഒരു മൂർച്ചയില്ലെന്നും ഇന്ത്യൻ യുവത ഉയർത്തെഴുന്നേറ്റാൽ നിങ്ങൾ ഒന്നുമല്ലാതായി തീരുമെന്നും പറയുന്ന യാഥാർത്ഥ്യബോധത്തിലേക്ക് അവർ കൂടി എത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് RSS മുതൽ VHP മുതൽ ബജ്രംഗ് ദൾ മുതൽ നിങ്ങൾ അറിയേണ്ടത് ഏറ്റവും ഒടുവിൽ BJPയും BJPയുടെ കൂടെ നിൽക്കുന്ന ആളുകളും രാജ്യദ്രോഹികൾ എന്ന് വിളിച്ച ആളുകളോട് ഒരിക്കൽ ഇവർ തന്നെ ഇപ്പോൾ തിരുത്തി പറയുന്നു, അവരൊന്നും രാജ്യദ്രോഹികളല്ല, നല്ല ആൾക്കാരാണ്, കാരണം നമുക്ക് ചർച്ച നടത്തേണ്ടതാണ്, രാവിലെ ഉച്ചക്കും വൈകുന്നേരം ചർച്ച നടത്തേണ്ടതാണ് എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. യഥാർത്ഥത്തിൽ ഇത് ഇവിടെ മാത്രമല്ല ചലനം ഉണ്ടാക്കിയിട്ടുള്ളത്. USA ഇപ്പം നമ്മൾ ഇൻ്റർനാഷണൽ മീഡിയകളെല്ലാം എടുത്തു നോക്കിയാൽ ആ ഇൻ്റർനാഷണൽ മീഡിയകളിൽ BBC-യിൽ അൽ ജസീറയിൽ ബാക്കിയുള്ള മാധ്യമങ്ങളിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ വിപ്ലവകരമായൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാണ്. തീർച്ചയായിട്ടും ഇവിടെ PS സഞ്ജീവ് പറഞ്ഞതുപോലെ വളരെ ആഹ്ലാദത്തിൽ മാത്രമല്ല, യഥാർത്ഥത്തിൽ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന വലിയ ആവേശത്തിലാണ് ഞാൻ ഈ സമരത്തിൻ്റെ ഏറ്റവും ഈ തുടക്കം എന്നുള്ള നിലയ്ക്ക് ഇതിനെ കാണുന്നത്. ഒരു കാര്യവും കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം, ഒരൊറ്റ വാചകവും കൂടി. ഇനി ഏത് വലിയ ഈ രാജ്യത്തെ ബാധിക്കുന്ന ഏത് പ്രശ്നത്തിനിടയിലോട്ടും മതം തിരുകാനും വംശീയത തിരുകാനും അതിൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് വലിയ തോതിൽ വർഗീയ വികാരം സൃഷ്ടിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്താൻ മീഡിയകളും നമ്മുടെ ഇവിടുത്തെ പറയുന്ന പോലെ വർഗീയത മാത്രം ചവച്ച് തിന്നുന്ന ചില സോഷ്യൽ മീഡിയ മാധ്യമങ്ങളടക്കം ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക്, അത് ചെയ്താൽ അടികിട്ടുമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ രാജ്യം എത്തിച്ചേർന്നിരിക്കുന്നു. അതാണ് ഇന്ത്യൻ യുവത നൽകുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ, ഏറ്റവും വലിയ പൊൻകിരണം.